ഇന്ന് ചെയ്യുന്നത് പ്ലാന്റ് പോട്ട്സും അതുപോലെ ചെറിയ ഫ്ലവർ വേസൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റാൻഡ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട്, ബാംബൂ സ്റ്റിക്സ് ഉണ്ട്, പിന്നെ വുഡൻ ബീഡ്സ് ഉണ്ട്. ഇത് 3 വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയും ചെയ്തിരിക്കുന്നത്. അതൊരു വാൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇതെല്ലാം വെച്ചിട്ട് ഈ പ്ലാന്റ് പോട്ട് സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഇതിങ്ങനെ 4 എണ്ണം എടുത്തിട്ട് സ്ക്വയറായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി 2 സ്റ്റിക്സ് എടുത്തിട്ട് ഈ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നീക്കി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി അടുത്ത 2 സ്റ്റിക്സ് എടുത്തിട്ട് ഇപ്പോൾ ഒട്ടിച്ച സ്റ്റിക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി അടുത്തത് ഇപ്പോൾ ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് വയ്ക്കാം. ഇതിങ്ങനെ തിരിച്ചു മറിച്ച് മുട്ടിച്ചു കൊടുത്ത് നടുവിലെ ആ ഹോള് മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് കുറച്ച് വുഡൻ ബീഡ്സ് കൂടി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരു 8 ബീഡ്സ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ നടുക്കൊരു ഹോള് കൂടി കാണില്ലേ, അതുകൂടി അങ്ങോട്ട് അടിച്ച് കളയാം. അതിനുവേണ്ടി ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു 4 ബാംബൂ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. അത് 4 കോർണറിലും ഒട്ടിച്ചിരിക്കുന്ന ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ 2 സ്റ്റിക്സ് ഇങ്ങനെ കോണാകൃതിയിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ബീഡ്സ് അങ്ങോട്ട് കോർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കോണാകൃതിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബാംബൂ സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഈ ബീഡ്സ് കൂടി വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാന്റ് പോട്ടോ അല്ലെങ്കിൽ ചെറിയ ഫ്ലവർ വേസോ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ടേബിളിലും അതുപോലെ TV സ്റ്റാൻഡിലും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതൊന്നും കൂടി കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്